There is no predictable journey in the Himalayas. There was no one machine designed for this journey until now, the all-new Himalayan built by the Himalayas. ഹിമാലയം മഞ്ഞിൻ്റെ വാസസ്ഥലം, ഏതൊരു മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റിൻ്റെയും ഡ്രീം പ്ലേസ്. സൗത്ത് ആഫ്രിക്കൻ ഡിസൈനറായ പിയേറ്റർ ബ്ലാഷിയുടെ കരവിരുതിൽ ഉടലെടുത്ത 411cc ലോങ് സ്റ്റോക്ക് എഞ്ചിനുള്ള അഡ്വഞ്ചർ ടൂറിംഗ് മോട്ടോർ സൈക്കിളായിരുന്നു റോയൽ എൻഫീൽഡ് ഹിമാലയൻ. ബൈക്ക് പ്രേമികളെ ഇതെന്തൊരു ഡിസൈൻ എന്ന തരത്തിൽ ആദ്യമൊരു ഇഷ്ടക്കേടിന് പാത്രമായ ഹിമാലയനെ പോകെ പോകെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്ന ഒരു മനസ്സിനെ സൃഷ്ടിക്കാൻ ഹിമാലയൻ്റെ പരുക്കനും വിചിത്രവുമായ ആ രൂപകൽപ്പനയ്ക്ക് സാധ്യമായി എന്നത് യാഥാർത്ഥ്യം. അതിൻ്റെ പ്രധാന കാരണം അതൊരു നല്ല ടൂറിംഗ് മെഷീൻ ആയിരുന്നു എന്നതായിരുന്നു. ലോങ് റൈഡ് കേപ്പബിലിറ്റി ഒരു ഘടകമായി മാറിയ ഹിമാലയൻ ബൈക്ക് പ്രേമികളുടെ ഇഷ്ടപാത്രമായി മാറി. ഹിമാലയൻ്റെ റഫ് ആൻഡ് ടഫ് റോ ലുക്സ് കോൺസെപ്റ്റിനെ ഏറ്റവും കൂടുതൽ വെറുപ്പോടെ കണ്ടിരുന്നവർ പിന്നീടങ്ങോട്ട് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. മിഡ് വെയ്റ്റ് ബൈക്ക് ശ്രേണിയിലെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡ് ഒരു മോഡേൺ ടെക്നോളജിയുള്ള കൂടുതൽ കരുത്തുറ്റ ഒരു അഡ്വഞ്ചർ ടൂർ അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. റോയൽ എൻഫീൽഡിൻ്റെ ഇപ്പോഴത്തെ ചീഫ് ഡിസൈനറായ മാർക്സ് വെൽസിൻ്റെ ടീം വർക്കിൽ തീർത്ത ഒരു ജിന്ന്. The first ever 4-valve liquid cooled DOHC powered motorcycle from Royal Enfield. Built for all roads. Built for no roads. എല്ലാവർക്കും റോയൽ എൻഫീൽഡ് ഹിമാലയൻ 2023 450cc ഒരു റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇടിവെട്ട് വണ്ടിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഉള്ള ഒപ്പീനിയനാണ് ഈ ഒരു റിവ്യൂവിൽ പറയുന്നത്. ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഫോട്ടോയിൽ കാണുന്നതായിട്ട് ഒരു ബന്ധവുമില്ല ഈ വണ്ടി നേരിട്ട് കാണുമ്പം. നല്ല വലിയ വണ്ടിയാണ്. അതുപോലെ ഈ ഒരു ഫ്യൂൾ ടാങ്ക് എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പമാണ്. 17 ലിറ്ററാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇരുന്ന് ഓടിക്കുമ്പം വലിയൊരു 1000cc ബൈക്കിൻ്റെയൊക്കെ ഒരു ഫീലിലാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് വളരെ റോ സ്റ്റൈലിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മേൽഭാഗം മാത്രം കുറച്ച് കവേർഡാണ്, ബാക്കിയെല്ലാം ഓപ്പണാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റഫ് ക്യാരക്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തെടുത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പലരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് എക്സ്പൾസ് ജിമ്മിൽ പോയതുപോലെയൊക്കെയാണെന്ന്. ഒരു ബന്ധവുമില്ല. സത്യത്തിൽ ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു. പക്ഷേ നേരിട്ട് കാണുമ്പം അതുമായിട്ടൊരു യാതൊരുവിധ ബന്ധവുമില്ല. ആകെ സാമ്യം തോന്നുന്നത് ഈ ഒരു ഫെൻഡറിൻ്റെ ഈ ഒരു ഷേപ്പില്ലേ, ഇങ്ങനെ കട്ടിങ് വരുന്നത്, അത് മാത്രമാണ് എക്സ്പൾസിൻ്റെ ആ ഒരു ഫെൻഡറുമായിട്ട് സാമ്യം. പക്ഷേ അത് കുറച്ചുകൂടെ ലോങ് ആണ്. അതല്ലാതെ ഇതിന് വേറൊരു സിമിലാരിറ്റിയും ഓവറോൾ വണ്ടി നോക്കുന്ന സമയത്തില്ല. നേരിട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വിൻവൈസറുണ്ട്. അതുപോലെ സൂപ്പർ മീറ്റിയറിൽ വരുന്ന ഏകദേശം സിമിലറായിട്ടുള്ള ആ ഒരു LED ലൈറ്റ്സ് ആണ്. പിന്നെ USD ഷോവയുടെ 200mm ട്രാവലുള്ള USD ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. സൂപ്പർബാണ് കേട്ടോ. റിയറിൽ എന്ന് പറയുന്നത് ലിങ്കേജ് ടൈപ്പാണ്, അതും അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ ടെയിൽ ലൈറ്റ് വരുന്നില്ല, ഇൻ്റഗ്രേറ്റഡ് ആണ് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ടെയിൽ ലൈറ്റ്. അത് അകലേന്ന് കാണുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്യുമ്പം നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 4-inch TFT ആണ്. 2 ടൈപ്പിൽ ഇതിനകത്ത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അനലോഗ് ടൈപ്പും ഡിജിറ്റൽ ടൈപ്പും. മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് മാപ്പ് വെച്ചിട്ട് പോകാൻ പറ്റും. അപ്പം ലോകത്തിലെ ആദ്യത്തെ സർക്കിൾ ഡിസൈനിലുള്ള ഗൂഗിൾ മാപ്പ് ഡയറക്റ്റ് കാണാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്റർ കൺസോൾ ഡിസൈൻ തന്നെയാണ്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഫ്യൂൽ ഗേജ്, ടാക്കോമീറ്റർ ഉണ്ട്, പിന്നെ ട്രിപ്പ് മീറ്റേഴ്സൊക്കെ ഉണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ഒരു ജോയ്സ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സ്വിച്ചിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹസാർഡ് സ്വിച്ച് ഉണ്ട്, സ്റ്റാർട്ടർ ബട്ടൺ, മോഡ് ചേഞ്ച് ചെയ്യുന്ന ഇതാണ് ബട്ടൺ. ഇത് 2 റൈഡിംഗ് മോഡുണ്ട്, പെർഫോമൻസും ഈക്കോയും. പെർഫോമൻസിൽ ഫുൾ ഔട്ട്പുട്ട് കിട്ടും. ഈക്കോ മോഡിൽ കൂടുതൽ മൈലേജ് കിട്ടും, പെർഫോമൻസ് കുറച്ച് റെഡ്യൂസ് ചെയ്യും. അതിൽ തന്നെ ABS സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇതിൽ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് ഇതിൽ തന്നെയാണ് ഞെക്കുന്നത്. പക്ഷേ അതൊരു ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ കുറച്ച് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് ബെറ്റർ ആയിട്ട് വരുള്ളൂ. സാധാരണഗതിയിൽ പാസ് സ്വിച്ച് കൂടിയാണല്ലോ മിക്ക വണ്ടികളുടെയും വരുന്നത്.
പിന്നെ ഇവിടെ ഹോം ബട്ടണാണ്, മീറ്റർ കൺസോളിൻ്റെ കാര്യങ്ങൾ നമ്മൾ മാറ്റുന്ന സമയത്ത് ഹോം ബട്ടണിലേക്ക് പോകാനായിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്, ജോയ്സ്റ്റിക്ക്, ഇത് മീറ്റർ കൺസോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു സി ടൈപ്പ് പോർട്ട് വരുന്നുണ്ട്. അപ്പം അത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. വണ്ടി നല്ല ലോങ് ആണ്, ഫ്രണ്ട് പോർഷൻ നല്ല ഹെവിയാണ്, മാസീവ് ലുക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ ചെറുതും ഇതൊരു വലിയ വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് വലിയൊരു വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്, നല്ല ലോങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിനി ഓടിച്ചിട്ട് പറയാം ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും. എക്സോസിൻ്റെ ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ആഫ്റ്റർ മാർക്കറ്റാണ് നമുക്ക് ഫീൽ ചെയ്യും, അതുപോലത്തെ ഒരു എക്സോസ് ഡിസൈനാണ്. എൻജിൻ്റെ കാര്യത്തിലേക്ക് വരാം. എൻജിൻ എന്ന് പറയുന്നത് ഒരു 452cc, അതുപോലെ ലോങ് സ്ട്രോക്ക് അല്ല, ഇതൊരു ഷോർട്ട് സ്ട്രോക്ക് എൻജിനാണ്. റോയൽ എൻഫീൽഡ് ഇതുവരെ ചെയ്തതിൽ ആദ്യത്തെ DOHC ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ ഒരു ബൈക്കിനുണ്ട്. ഇൻ്റർസെപ്റ്ററും GT 650ലുമാണ് ഒരു ഷോർട്ട് സ്ട്രോക്ക് എൻജിൻ കൊടുത്തിരുന്നത്, ബാക്കിയെല്ലാം ലോങ് സ്ട്രോക്കാണ്. അത് പക്ഷേ SOHC ഓയിൽ കൂൾഡായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 40 bhp പവർ എന്ന് പറയുന്നത് നമുക്ക് 8000 RPM-ലാണ് കിട്ടുന്നത്. 40 Nm ടോർക്കാണ്, 5500 RPM-ലാണ് അത് കിട്ടുന്നത്. അപ്പം അത്യാവശ്യം കുറഞ്ഞ ഒരു RPM റേഞ്ചിൽ നമുക്ക് കൂടുതൽ പവറും ടോർക്കുമാണ് ഇതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലമാണ്, നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകും, ഭയങ്കര പവർഫുള്ളാണ്. RPM റേഞ്ച് അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2500 RPM 3000 വരെ സീറോ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായ ടോർക്ക് അവിടെ ഇല്ല. പക്ഷേ ഒരു 4000 5000 RPM വരുമ്പം വണ്ടി ലൈവ് ആവും, പിന്നെ അങ്ങോട്ട് പൊളിയാണ്, ഒരേ പൊളി. അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഇനിഷ്യൽ പെർഫോമൻസ് അടിപൊളിയാണ്, പക്ഷേ നല്ല ടോർക്കും പവറും ഇതിൻ്റെ ഒരു മാക്സ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു 4000+ RPM കയറുമ്പോഴാണ്. മിഡ് റേഞ്ചും ടോപ്പ് എൻഡും പൊളിയാണ്. ടോപ്പ് എൻഡ് നല്ല രീതിക്ക് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ 165 ഒക്കെ പോണ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇന്നലെ ഒരു 150+ സിമ്പിളായിട്ട് എടുത്തു. ഒട്ടും സ്ട്രെസ്ഡ് അല്ല എൻജിൻ ടോപ്പ് സ്പീഡിലും. അതായത് 150+ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് വണ്ടി എടുക്കുന്നത്, അതുപോലെ വളരെ ക്വിക്കായിട്ടാണ് ആ ഒരു 150+ എന്ന് പറയുന്നത് റീച്ച് ചെയ്യുന്നത്. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു മെഷീനാണിത്. അപ്പോൾ ആ ഒരു 450cc ആണെന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ എൻജിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റിഫൈൻഡാണ്, എന്നാൽ ഒരു മിനിമലായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ അത് അരോചകമൊന്നുമല്ല, വളരെ മാനേജബിൾ ആയിട്ടുള്ള വൈബ്രേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ റെവിലേക്ക്, അതായത് ഒരു 4000 5000 RPM കയറുന്ന സമയത്ത് ചെറിയൊരു തരിപ്പ് നമ്മുടെ ഈ ടാങ്കിൻ്റെ പോർഷനിലും ഫുഡ് പാക്കിലും വരുന്നുണ്ട്. അതല്ലാതെ കാര്യമായിട്ട് എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ടോപ്പിൻ്റെ കയറുന്നതോറും നമുക്ക് ഒട്ടും അതറിയാനും പറ്റത്തില്ല. അങ്ങനെ ഒരു എൻജിനാണ് ഇതിൻ്റെ റിഫൈൻമെൻറ്റിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് ഫീൽ ചെയ്തത്. വണ്ടി വളരെ കംഫർട്ടബിളാണ്. അപ്പം ഓരോ ഗിയറിലുള്ള ഒരു പഞ്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, വണ്ടി വലിച്ചു കയറുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വേറെ റേഞ്ചിലാണ്. പിന്നെ ഇനി നമുക്ക് ക്ലച്ച് ഫീൽ എന്ന് പറയുന്നത് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. ഒരുപാട് ലൈറ്റ് എന്ന് പറയുന്നില്ല, പക്ഷേ മീഡിയം സെറ്റപ്പിലുള്ള ഒരു ക്ലച്ചാണ്. ഗിയർ ബോക്സിൻ്റെ കാര്യം പറഞ്ഞാൽ 6 സ്പീഡ് ഗിയർ ബോക്സാണ്. വളരെ എന്താ പറയുക, അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള ഒരു ഗിയർ ബോക്സാണ്. ഷിഫ്റ്റിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിലും നമുക്കത്ര ടൈറ്റായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നുമല്ല. ടോൾ ഗിയർ റേഷ്യോസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം RPM കയറ്റി വിടാൻ പറ്റും ഓരോ ഗിയറിലും. പിന്നെ ഇതിൻ്റെ ഒരു ലോ ആൻഡ് ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ നമ്മുടെ ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോ എൻഡിൽ ഇത്തിരി ഒരു ടോർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 11.5:1. അപ്പോൾ അതൊരു ഇച്ചിരി കൂടിയ കംപ്രഷൻ റേഷ്യോ ആണ്. പക്ഷേ സ്റ്റിൽ അവരത് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണെങ്കിലും
ഒരു സ്ക്വയർ എഞ്ചിൻ്റെ ഒരു സെറ്റപ്പിലാണ് അതിനെ ഏകദേശം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം പക്ക ഒരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻ എന്നുള്ള സെറ്റപ്പിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്രഷൻ റേഷ്യോ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 3000 RPM താഴെ പോകുമ്പം വണ്ടി ലൈറ്റായിട്ട് നോക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 3000 RPM പ്ലസ് ഒന്ന് റിങ് ചെയ്ത് പിടിക്കേണ്ടി വരും നമ്മൾ ത്രോട്ടിൽ എന്ന് പറയുന്നത്. ത്രോട്ടിൽ റെസ്പോൺസ് ഒരു രക്ഷയില്ല. റൈഡ് ബൈ വയർ ത്രോട്ടിലാണ്. അതുകൊണ്ട് തന്നെ വണ്ടി നല്ല പിക്കപ്പ് ചെയ്യുന്ന ആ ഒരു ECU മാപ്പിംഗ് ഒക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈക്കോ മോഡൽ എനിക്ക് തോന്നുന്ന ഒരു 10 bhp പവർ കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ കൈ കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യും. അത് റീമാപ്പ് ചെയ്തിട്ടുണ്ട് ECU. അപ്പം മൈലേജ് കൂടുതൽ കിട്ടും. പിന്നെ മൈലേജിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. മൈലേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് 17 ലിറ്റേഴ്സ് ആണല്ലോ ടാങ്ക് കപ്പാസിറ്റി. നമുക്ക് 1 ലിറ്റർ ഡെഡ് സ്റ്റോക്കാണ് ഫ്യൂൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 16 ലിറ്റർ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതിനകത്ത് 3 ലിറ്റേഴ്സ് റിസർവ് ആണ്. സോ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് റിസർവിന് താഴെ നിങ്ങൾ ഓടിക്കരുത് ഒരു കാരണവശാലും. കാരണം അത് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എപ്പോഴും ഫ്യൂൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് തന്നെ ഓടിക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന നല്ല ഒരു പരിപാടി. പിന്നെ മൈലേജ് ഫിഗറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള മൈലേജ് എന്ന് പറയുന്നത് 26 to 29 ആണ്. അത് ഹൈവേയിലും സിറ്റിയിലും ഓഫ് റോഡിലെല്ലാം കൂടെ ചെയ്തിട്ട് ഒരു 450cc വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് തെറ്റില്ലാത്തൊരു മൈലേജാണ്. പിന്നെ ഇത് പൊളിച്ചൊടിച്ച് നമ്മൾ ഭയങ്കര ഇതിൻ്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് എടുത്തൊക്കെ യൂസ് ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 20-22 ഒക്കെ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വളരെ എന്താ പറയുക ഒരു 60-70 റേഞ്ചിലൊക്കെ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ ടോപ്പ് ഗിയറിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു 30+ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൽ ഒരു കാര്യവും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ബിൽറ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. എർഗോണമിക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാർ എന്ന് പറയുന്ന പൊസിഷൻ വളരെ വൈഡാണ്, നല്ല റിലാക്സ്ഡ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ഓഫ് റോഡിലൊക്കെ നിന്ന് ഓടിക്കാനും പറ്റും. പിന്നെ ഹാൻഡിൽ ബാർ റേസർ വേണമെന്ന് എനിക്ക് തോന്നിയില്ല എൻ്റെ ഒരു ഹൈറ്റിന്. പിന്നെ ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ മാത്രം ഹാൻഡിൽ ബാർ റേസർ വെക്കേണ്ട കാര്യമുള്ളൂ. ഇത് ഓൾറെഡി നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സെറ്റപ്പും അതല്ലാതെയും വരുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് 5.9 ആണ്. എൻ്റെ ഹൈറ്റിൽ കറക്റ്റ് പ്ലാന്റഡ് ഫുട്ടാണ്. ഒരുപാട് ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇത് ഇച്ചിരി ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ഒരു മീഡിയം ഹൈറ്റ് ഉള്ളവർക്കും പെർഫെക്റ്റ് ആയിരിക്കും ഇത്. ഈ സീറ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷ്യനാണ്. അതുപോലെ ഇവിടെ വൈഡാണ്. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നാരോ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു തൈസിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ആവുന്ന നല്ല രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പില്യൻ കംഫർട്ട് നന്നായിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം വൈഡായിട്ടുള്ളതും പില്ലിന് സ്പേഷ്യസ് ആയിട്ടിരിക്കാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കുഷ്യനുമുണ്ട്. അത്യാവശ്യം ലോങ് ഹൈവേയിലൊക്കെ പോകാൻ പറ്റും. റിയറിലെ ഫുട് പാക്ക് എന്ന് പറയുന്നത് അല്പം ഹൈറ്റിലാണ്. അപ്പോൾ നമ്മൾ കാലൊന്ന് മടക്കി വെക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയുള്ളൂ. പിന്നെ റൈഡറിൻ്റെ ഫുട് പാക്ക് എന്ന് പറയുന്നത് അതിൽ റബ്ബർ ബുഷ് ഉണ്ട്. അതുപോലെ ഈ ഒരു മെറ്റലിൻ്റെ ആ ഒരു ഫിനിഷ് ഉണ്ടോ, അങ്ങനെ ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓഫ് റോഡിലൊക്കെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. നല്ല ഗ്രിപ്പ് കിട്ടും. കുറച്ച് റിയർ സെറ്റാണ് ഫുട് പാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാൻഡ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. വിൻസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള വിൻസ്ക്രീനേ ഉള്ളൂ. അത് വലിയ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു 70-80 ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിൻഡ് അടിക്കും. അല്പം കൂടെ ഒരു ഹൈറ്റുള്ള ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റും കൂടെ ഉള്ള ഒരു വിൻസ്ക്രീൻ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കാറ്റൊക്കെ കൊണ്ട് നമ്മൾ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ അത് വെക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എർഗോണമിക്സിൻ്റെ കാര്യം അതൊക്കെയാണ്. പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയാം. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്റ്റെബിലിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ലോങ് ട്രാവലുള്ള ഒരു ഓഫ് റോഡിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സസ്പെൻഷനാണ്. ഫ്രണ്ടിലും റിയറിലും ഷോവാടെയാണ് വരുന്നത്. 200 mm ട്രാവലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കംഫർട്ടബിൾ ആണ് സസ്പെൻഷൻ സെറ്റപ്പ്. നമ്മൾ വിചാരിക്കും ഓഫ് റോഡ് സെറ്റപ്പ് ആകുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ സ്റ്റെബിലിറ്റി ഹയർ സ്പീഡിൽ കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഏതൊരു തരത്തിലുള്ള ടെറൈൻസിലും, അതായത് റോഡിലും സിറ്റിയിലും ഓഫ് റോഡിലും എങ്ങനെ ഓടിച്ചാലും ഹൈവേയിൽ ഓടിച്ചാലും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കംഫർട്ടബിളാണ്. നമ്മൾ ഒരു ചെറിയ തോതിലുള്ള ഗട്ടറൊക്കെ ചാടി പോകുമ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ല, അത്രയും കംഫർട്ടബിളാണ്. പിന്നെ നിങ്ങൾക്ക് ലഗേജൊക്കെ വെക്കുന്ന സമയത്ത് വെയിറ്റ് കൂടുന്ന സമയത്ത് പില്ലിനൊക്കെ വെച്ച് പോകുമ്പം വീണ്ടും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അപ്പോൾ ടൈറ്റ് ആക്കാം. ഇപ്പോൾ ഇത് ഓൾറെഡി ഒരു 3rd പോയിന്റിലാണ് കിടക്കുന്നത്. ഇനിയും സോഫ്റ്റ് ആക്കാം 2 പോയിന്റും കൂടെ. ഇത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. സൂപ്പർ സസ്പെൻഷനാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ലിക്വിഡ് കൂൾഡ് എൻജിൻ കാണാം. ഇതാണ് നമ്മുടെ DHC കംപ്ലീറ്റ്ലി ന്യൂ എൻജിനാണ്. ഇത് പഴയ ഹിമാലയൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ അല്ല, പുതിയൊരു ബൈക്കാണ്. ഹിമാലയൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൂ. ബാക്കി കംപ്ലീറ്റ്ലി പുതിയൊരു ബൈക്കാണ്. പിന്നെ ഒരു സിറ്റി റൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിളാണ്. എന്നാൽ
ഒരു പക്ക സിറ്റി ഫോക്കസ്ഡ് ബൈക്ക് അല്ല ഇത്. മെയിനായിട്ട് ഇത് ടൂറിങ്, ഹൈവേ ടൂറിങ്ങും ഓഫ് റോഡുമാണ് ഇതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. സിറ്റിയിൽ ഓടിക്കാം, നമ്മൾ യൂസ്ഡ് ആകണം. മാനുവറബിലിറ്റി നല്ല രീതിക്കുണ്ട്. വെയിറ്റ് ബാലൻസ്, വെയിറ്റ് 196 കിലോ സംതിങ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് വെയിറ്റ് ഓടിക്കുന്ന സമയത്ത് അറിയത്തില്ല, വളരെ നിമ്പിളാണ്, ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനായിട്ട് ഈസിയാണ്. പക്ഷേ നമ്മൾ നിർത്തുന്ന സമയത്തും നമ്മൾ തള്ളി മാറ്റുന്ന സമയത്തും നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഫീൽ ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് വണ്ടി നല്ല ലോങ് ആയതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് മുന്നോട്ടും പുറകോട്ടും ഒരുപാട് ലെങ്ത്ത് ശരിക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഓടിക്കേണ്ടി വരും സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത്. B2B ട്രാഫിക്കിൽ പിന്നെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്, അത്യാവശ്യം ഹീറ്റ് അടിക്കുന്നുണ്ട്. അതൊരു 5 to 10 മിനിറ്റ്സ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഗിയറിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഹീറ്റ് അടിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ കാല് വെക്കുമ്പം ഈ ഒരു പോർഷനിലേക്ക് ഇത്രയും ഭാഗത്തു നിന്നാണ് നല്ല രീതിയിൽ ഹീറ്റ് വരുന്നത്. നമ്മൾ ഷൂസൊക്കെ ഇടാതെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഹീറ്റ് അടിക്കും. പിന്നെ ഒരു 450cc സംബന്ധിച്ച് അത് വലിയ ഓവർ ഹീറ്റിംഗ് എന്നൊന്നും പറയത്തില്ല, ന്യായമായിട്ട് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹീറ്റാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് അധികം ഹീറ്റ് വരുന്നില്ല. അതൊരു ഫസ്റ്റ് സർവീസൊക്കെ കഴിയുന്ന സമയത്ത് ശരിയാകാൻ സാധ്യതയുണ്ട്, കാരണം ഓയിൽ ചേഞ്ച് ചെയ്യുമ്പം ശരിയാവും. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രേക്കിംഗ് ABSൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് അത്രത്തോളം ഹാപ്പിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ബ്രേക്ക് ബൈറ്റാണ്, ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്ക്കാണ് വന്നിരിക്കുന്നത്. വൈബ്രയുടെ 2 piston കാലിബറാണ് ഫ്രണ്ടിൽ. അതായത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി റിയർ ബ്രേക്ക് ലോക്കായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്കും ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാൽ കൊള്ളായിരുന്നു തോന്നി. നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത് കുറച്ചുകൂടെ ഒന്ന് റീവർക്ക് ചെയ്താൽ നന്നായിരിക്കും. പക്ഷേ സ്റ്റിൽ കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് പിടിച്ചു നിർത്താനുള്ള ബ്രേക്കിംഗ് കപ്പാസിറ്റി ഇതിനുണ്ട്. പിന്നെ ഈ ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ, ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് 90/90 ആണ്, 21 ഇഞ്ച് വീൽ സൈസാണ്, അത് അടിപൊളിയാണ് കേട്ടോ. റിയറിൽ വന്നിരിക്കുന്നത് 140 സെക്ഷനാണ്, 17 ഇഞ്ച് വീൽസാണ്, സ്പോക്ക് വീൽസാണ്, ട്യൂബ്ലെസ് ടയേഴ്സ് അല്ല. ട്യൂബ്ലെസ്സും കൂടെ ആയിരുന്നെങ്കിൽ ഇത് പൊളിച്ചേനെ, പക്ഷേ റേറ്റ് വേറെ രീതിയിലേക്കാകും. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ, ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രിപ്പുണ്ട് ഓൺ റോഡിലും ഓഫ് റോഡിലും ഒക്കെ. അത് നല്ലൊരു ടയർ തന്നെയായിട്ട് തോന്നി. സിയറ്റിൻ്റെ ടയേഴ്സാണ് വരുന്നത്. പിന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഷാസിയാണ്. ഇതിൻ്റെ സബ് ഫ്രെയിം ഇവിടുന്ന് വന്നിരിക്കുന്നത്, ഇവിടെ ബോൾട്ട് കൊടുത്തിട്ടുള്ള സബ് ഫ്രെയിമാണ്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഹെക്സാ ബോൾട്ടാണ്, പക്ഷേ ബാക്കിയുള്ള എല്ലായിടത്തും എഞ്ചിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ അലൻ ടൈപ്പ് ബോൾട്ടാണ്. ഓവറോൾ കംപ്ലീറ്റ്ലി അവർ ഒരു റിസർച്ച് നടത്തി നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു കിടിലൻ വണ്ടിയാണെന്ന് തന്നെ പറയേണ്ടി വരും, അതിനകത്ത് സംശയമില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബിൽഡ് ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. പഴയ റോയൽ എൻഫീൽഡ് ബൈക്കുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡിലൊക്കെ നമ്മൾ മറിച്ചിടുകയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബെൻഡാവുള്ളൂ, അല്ല ഒഴിയത്തില്ല, അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ ഈ ക്രാഷ് ഗാർഡ്, ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ അവിടുത്തെ വരുന്നത് നല്ല സ്ട്രോങ് ആണ്. മെറ്റൽ ടാങ്കാണ്, പ്ലാസ്റ്റിക് അല്ല. ഇതൊക്കെ മാത്രമേ പ്ലാസ്റ്റിക് ഉള്ളൂ, ബാക്കി മാക്സിമം അവർ മെറ്റൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതൊക്കെയാണ്. ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള പോലെ തോന്നി. ഈ പ്രീമിയം സെറ്റപ്പിലുള്ളൊരു കുഷ്യൻ അതൊക്കെ നല്ലതായിട്ട് തോന്നി. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോൾ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ ഒറ്റ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മിറേഴ്സാണ്. ഇത് വെറും വേസ്റ്റ് ആയിട്ടുള്ള മിററാണ്, ഒട്ടും വിസിബിലിറ്റി ഇല്ല. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും ഇത് മാറ്റിയിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ടൂറിംഗ് സെറ്റപ്പിലുള്ള മിറർ വെച്ചാൽ നന്നായിരിക്കും. സ്വിച്ചിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്, നല്ല സ്മൂത്താണ്, സോഫ്റ്റാണ്, ഒരു പ്രീമിയം ഫീലുണ്ട്. ഓവറോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിൻ്റെ കുറച്ച് പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻറ്റ്സും ഒക്കെ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറയാം. പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്, ഭീകര പവർ ഡെലിവറിയാണ്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് സസ്പെൻഷൻ സെറ്റപ്പ് ഒരു രക്ഷയില്ല. സീറ്റിൻ്റെ കംഫർട്ട് അടിപൊളിയാണ്, അത് പില്ലിനും റൈഡറിനും ബെറ്റർ കംഫർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എർഗണോമിക്സ് ആണ്. ഓഫ് റോഡിലും ഓൺ റോഡിലും സൂപ്പർബായിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ക്രൂസിങ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്കൊരു 120+ സിമ്പിളായിട്ട് ഓടിക്കാം. അത് എവിടം വരെ പുഷ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 140 വരെയും നമുക്ക് ഈസി ആയിട്ട് പുഷ് ചെയ്യാം. ഒട്ടും സ്ട്രെസ്ഡ് അല്ലാത്ത ഒരു കിടിലൻ എഞ്ചിനാണ് ഇതിനകത്ത് റോയൽ എൻഫീൽഡ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പം സ്റ്റെബിലിറ്റിയും എല്ലാം പൊളിയാണ്. പിന്നെ ഇതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിറേഴ്സിൻ്റെ പ്രശ്നം. അതുപോലെ ഈ ഒരു സിറ്റി റൈഡിൽ നമുക്ക് B2B ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ഇവിടുന്ന് വരുന്ന ആ ഒരു ഹീറ്റിന് ഒരു ഷീൽഡ് കൊടുത്താൽ നന്നായിരിക്കും തോന്നുന്നു, കാല് ടച്ച് ആകാതിരിക്കാനായിട്ട്. പിന്നെ ആ ABSൻ്റെ ഒരു ഫീഡ്ബാക്ക് കുറച്ചും കൂടെ ഇൻ്റർവെൻഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്ന് തോന്നി. ഈ മോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഓൺ ചെയ്തിട്ട് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്തെന്ന് വെച്ചു, ഇപ്പം പെർഫോമൻസ് മോഡിൽ കിടക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഈക്കോ മോഡിലോട്ട് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓടിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മൾ നിർത്തിയിട്ട് ഈക്കോ മോഡിലോട്ട് മാറ്റാൻ പറ്റില്ല. നമ്മൾ ഇഗ്നിഷൻ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഓൺ ചെയ്തിട്ട് വേണം മോഡ് മാറ്റാനായിട്ട്. അതൊരു പോരായ്മയായിട്ട് തോന്നി. പക്ഷേ വണ്ടി ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു.
പൊളിയായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വണ്ടി വാങ്ങിച്ചില്ലെങ്കിലും ഒരിക്കലെങ്കിലും ഇത് ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ഫ്രീ സർവീസാണുള്ളത്. ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് 500 കിലോമീറ്ററിലാണ്. ബാക്കി എല്ലാ സർവീസും 5000 കിലോമീറ്ററിലാണ്. ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റ് ഏകദേശം ഒരു 1400-1500 രൂപ ഇടയിലായിരിക്കും വരാൻ സാധ്യത. പെയ്ഡ് സർവീസ് ആകുമ്പോൾ ഏകദേശം 2500 മുതൽ 3500 രൂപ വരെ ആകാനാണ് ചാൻസ്. വാറണ്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ വാറണ്ടി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ്. ഓഫ് റോഡ് പെർഫോമൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഹിമാലയൻ്റെ ടോൾ ഗിയർ റേഷ്യോ ഒരു വലിയ ഘടകമായി മാറി. ഷോവയുടെ ലോങ് ട്രാവൽ സസ്പെൻഷൻ്റെ മികച്ച ഫീഡ്ബാക്ക് എനിക്ക് അങ്ങേയറ്റം കോൺഫിഡൻസ് തന്നു. ഉയരം കൂടിയ റൈഡേഴ്സിന് ഒരുപക്ഷെ ഹാൻഡിൽ ബാർ റേസ് അല്പം കൂടി കംഫർട്ട് നൽകുമെന്ന് കരുതുന്നു. 196 കിലോ ഉണ്ടെങ്കിലും മികച്ച സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഹിമാലയൻ 450 ഓഫ് റോഡിങ്ങിൽ എനിക്ക് മെരുക്കമുള്ള ഒരു കുതിരയെ പോലെ തോന്നി. വീലുകളുടെയും ടയറുകളുടെയും മികച്ച ഡയമെൻഷൻ സെറ്റപ്പും ടയർ ഗ്രിപ്പും എൻ്റെ കോൺഫിഡൻസ് കൂട്ടി. 220 mm ഗ്രൗണ്ട് ക്ലിയറൻസും അപ്സെറ്റ് എക്സോസ്റ്റും ഫ്യൂൽ ടാങ്കിന് തൊട്ടു താഴെയുള്ള എയർ ബോക്സ് സെറ്റപ്പ് റിവർ ക്രോസിങ്ങിനും കൂടുതൽ എയർ ഇൻടേക്കിനും ബെറ്ററാക്കാൻ സാധിക്കും. പവർ ടു വെയ്റ്റ് റേഷ്യോ നല്ല രീതിക്ക് ഇംപ്രൂവ് ചെയ്ത ഹിമാലയൻ 450 ഓഫ് റോഡിൽ ഇനിയും എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.